നിന്റെ പശുവാണോ? കുത്തണ്ട മീൻസ് ഇടിക്കണ്ട മീൻസ് വണ്ടി നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഓടിച്ചിട്ട് വിഷും കൊണ്ടേ കുത്തൂലേ? ഓ ഇടിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആലക്കോട് വേഴ്സസ് കണ്ണൂർ എന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്, ഒരുപാട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടത്തേരാണെന്നുള്ളത്. ഞാൻ പറശ്ശിനിയാണ്. ഞാൻ ആലക്കോട് കരുവഞ്ചാലാണ് കേട്ടോ. കരുവഞ്ചാൽ ടീം വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഡൗട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് റബ്ബറിന് എന്താ പറയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ നിസ, റബ്ബറിന് എന്താ പറയുന്നത്? റബ്ബറിന് വെച്ചാൽ നമ്മൾ മരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറേസർ ആണെങ്കിൽ മൈക്രവർ എന്നാണ് പറയുന്നത്. മൈക്രവർ ഓക്കെ, അപ്പോൾ ഡൗട്ടിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആലക്കോടുകാർ അതുപോലെ തന്നെ കണ്ണൂരുകാരുടെ സംസാര ശൈലി എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ഓരോ വാക്കുകൾ നമുക്കിങ്ങനെ ഓരോ സെൻറ്റൻസിൽ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണത് വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ മിസ്സിനോട് ചോദിക്കും. അപ്പോൾ മിസ് അത് ആലക്കോട് സ്റ്റൈലിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കത് പറഞ്ഞു തരുവേ. ഓക്കെ മിസ്? അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത്, ആ കറിക്ക് വറുത്തിട്ടാട്ടെ. കടുക് പൊട്ടിക്കുന്നതിന് ഉദ്ദേശിക്കുക? അതല്ലേ. ഓക്കെ, അതെ. അതുപോലെ തന്നെ നമ്മൾ മൂപ്പിച്ചിടുക എന്നാ പറയാ. അപ്പോൾ ആ ചെരാപ്പിൽ എടുത്തിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചാട്ടെ. ചിരവ ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് തേങ്ങ ഇങ്ങോട്ട് ചിരകി വെക്കാൻ. ഓക്കെ. തുണി പിഴിഞ്ഞിട്ട് അയക്കുമ്പോൾ ആറിയിട്ടാട്ടെ. അയക്കുമേല അഴയിൽ വിരിച്ചിട്ടാട്ടെ. തുണി പിഴിഞ്ഞിട്ട് അഴയിൽ വിരിച്ചിട്ടാട്ടെ. രാവിലെ ദോശക്ക് അരി കുതിർത്തണം. അതെന്താ? പൊതിർക്കണം. രാവിലെ ദോശക്ക് അരി പൊതിർക്കണം. പൊതിക്കുവാണോ? അരി പൊതിക്കലല്ല, പൊതിർക്കണം. കുതിർക്കുന്ന സെന്റൻസ് ഒന്നും കൂടെ പറഞ്ഞേ. രാവിലെ ദോശക്ക് അരി കുതിർത്തണം. രാവിലത്തെ ദോശക്ക് അരി കുതിർക്കണം അല്ലേ? ആ കോപ്പയിൽ കുറച്ച് കറി തരുവാ. ആ ചെറിയ പാത്രത്തില് കുറച്ച് കറി തരാൻ. അത്രേ ചോക്കല്ലേ? വണ്ടി അശ്രദ്ധമായി ഓടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുത്തണ്ട. നിന്റെ പശുവാണോ? കുത്തണ്ട മീൻസ് ഇടിക്കണ്ട മീൻസ് വണ്ടി നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഓടിച്ചിട്ട് വിഷും കൊണ്ടേ കുത്തൂലേ? ഓ ഇടിക്കുന്നത്. ശ്രദ്ധ ഇല്ലാണ്ട് ഓടിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കണ്ട. അതന്നെ. കുറച്ച് ചക്കപ്പൂതൽ വറവാക്കിയാലോ? ചക്കപ്പൂതൽ എന്താ? ചക്ക അറിയില്ലേ? ചക്ക അറിയാം, വലിയ ചക്ക. ചക്കപ്പൂതലില്ലേ? ചക്കേന്റെ ചെറിയ കുഞ്ഞി ഇടിഞ്ചക്ക എന്ന് പറയുന്നത്. അതന്നെ, ഇടിഞ്ചക്കത്തോരൻ. അപ്പൊ ചക്കപ്പൂതൽ വറവാക്കിയാലോ എന്നുള്ള എങ്ങനെ പറയാം? ഇടിഞ്ചക്കത്തോരൻ വെച്ചാലോ എന്ന് പറയും. ഓക്കെ. കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങി തിന്നാലോ? നേന്ത്രപ്പഴം കുറച്ച് ഏത്തക്കായ പുഴുങ്ങി തിന്നാലോ എന്ന് പറയും. അല്ലെങ്കിൽ വാഴപ്പഴം പുഴുങ്ങി തിന്നാലോ എന്ന് പറയും. ഓ അങ്ങനെ. നിനക്ക് എന്തൊരു ബെറിയാന്ന്? നിനക്ക് എന്തൊരു കൊതിയാണ് അല്ലേ? ഞാനിരുന്ന് അറിയാണ്ട് കണ്ണിപ്പോയി. ഇങ്ങനെ ഇരുന്ന് കണ്ണ് ചിമ്മുന്ന അല്ല, അതിങ്ങനെ കണ്ണിപ്പോയി. അതല്ല, അറിയാണ്ട് കണ്ണിപ്പോയി. അതായത് ഇങ്ങനെ ഇടുവില്ലേ? ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. അതന്നെ ഉറങ്ങിപ്പോയി എന്നൊക്കെ. അതെ. അപ്പൊ ഞാൻ രാവിലെ കുറച്ച് കുളുത്ത കുടിച്ചത്. കൊളുത്തോ എന്താ? ഞാൻ രാവിലെ കുറച്ച് കുളുത്ത കുടിച്ചത്. കുളുത്ത് നന്നാല് നമ്മൾ തലേ ദിവസം ചോറ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ അത് മതി. ഞാൻ രാവിലെ പഴങ്കഞ്ഞിയെ കുടിച്ചിരുന്നു. അതിനെങ്ങനെയാ പറയാ? കുളുത്തുന്നാന്ന് പറയാം. കുറച്ച് തേങ്ങ ഉരിച്ചെന്നാട്ടെ. അതെങ്ങനെ ഉരിക്കുന്നേ? തേങ്ങ ഉരിക്കുക. നമ്മളെല്ലാരും എങ്ങനെയാണ് പറയാ? തേങ്ങ പൊതിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അരയിൽ വെച്ചൊക്കെ പൊതിക്കുക. അടുത്ത ചോദിക്കാണ് പോകുന്നത്, ആ ബോണിയിൽ കുറച്ച് ഞരമ്പരിങ് എടുത്താട്ടെ. ആ ബോണിയിൽ കുറച്ച് ഞരമ്പരിങ് എടുത്താട്ടെ. നമ്മളിങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ ഞരമ്പിന്റെ അസുഖമുള്ളവരൊക്കെ ഞരമ്പെന്ന് പറയാം. അതാണ് ഞരമ്പരല്ല, ഇത് കഴിക്കുന്നേ. ഇത് മറ്റേ പടവലങ്ങ പോലെ തന്നെ. അതിന് നമ്മള് കുറച്ച് ഹാർഡായിട്ടുള്ള ഇങ്ങനെ മുരുമുരുവായിട്ടുള്ള സാധനമില്ലേ, കുറച്ച് നീളത്തിൽ വളരുന്ന താലോലിക്ക തന്നെയാന്ന് തോന്നുന്നു. അതന്നെ. ബോണി ഇങ്ങനെയുള്ള ബോണി, അതായത് വലിയ പാത്രമില്ലേ നമ്മളിങ്ങനെ, അതിന് നമ്മൾ ബോണി എന്ന് പറയാം. സ്റ്റീലിന്റെ പാത്രം. ചെരുവെന്ന് പറയാ. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് ഞരമ്പരിങ് എടുത്താട്ടെ എന്നാ ഉദ്ദേശിച്ചത്. ചെരുവത്തിലങ്ങ് കുറച്ച് താലോലിക്ക എടുത്തോട്ടെ. എടുക്കട്ടെ. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ കണ്ണൂരും ആലക്കോടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.